സോ ഹലോ ഗൈസ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു ലോങ് വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. ഇന്നത്തെ ലോങ് വീഡിയോ വേറെ ഒന്നല്ല. സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല ഗൈസ്, ഞാൻ തുടക്കം മുതൽ വിചാരിക്കുന്നുണ്ടായിരുന്നു സ്കൂൾ കൂട്ടിയ സമയത്ത് ജസ്റ്റ് നിങ്ങളെയല്ല ജസ്റ്റ് ഒന്ന് എന്താ പറയുക, സ്കൂൾ പൂട്ടി അടിച്ച് പൊളിക്കണമെന്നാണല്ലോ. അപ്പോൾ സ്ഥിതിക്ക് ലോങ് വീഡിയോ കുറേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് കുറേ നേരം കുറേ ദിവസം ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പറ്റിയില്ല ഗൈസ്. കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതിനൊന്നും പറ്റിയിട്ട്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമായൊരവസ്ഥയിലായിരുന്നു എൻ്റെ ഒരു മുമ്പോട്ട് പോയത്. അപ്പോൾ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് പറ്റിയില്ല വീഡിയോ എടുക്കാൻ. അതുകൊണ്ട് ഇപ്പോൾ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. എന്തായാലും ന്യൂ ഇയർ കഴിഞ്ഞു, എന്നാലും എൻ്റെ വക ഒരു ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും പിടിച്ചോ. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെൻ്റെ റൂം ടൂർ കാണിക്കാമെന്ന്. അപ്പോൾ കുറേ നാളെ വിചാരിക്കുന്ന വീഡിയോ കണ്ടൻറ്റ് വേണം. അപ്പോൾ ഇന്നൊരു കണ്ടൻറ്റ് ആക്കി എൻ്റെ റൂം ടൂർ. സോ ഇന്ന് എനിക്ക് സ്കൂളുണ്ടായിരുന്നു, ബട്ട് ഞാൻ പോയിട്ടില്ല. പോയതിൻ്റെ കാരണം ഇപ്പം ഞാൻ വയ്യ പറഞ്ഞുതരാം. പറയാൻ പറ്റിയില്ലെങ്കിൽ സോറി. സോ എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇപ്പം എന്തൊരു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൂഡ് പോകും, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. സോ നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ അതിന് മുന്നേ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോവാം. ഓക്കെ, സംഭവം കണ്ടൻറ്റ് വരുന്നില്ല. എൻ്റെ റൂം ഒന്ന് കാണിക്കലാണ്. റൂം കുറേ നാളായിട്ട് റൂം ടൂർ എടുക്കണമെന്നുണ്ടായിരുന്നു. ഹോം ടൂർ എടുക്കാൻ പറ്റിയില്ല, ഞാൻ റൂം ടൂർ എടുക്കാമല്ലോ. റൂം ടൂർ കാണാം. അപ്പം നേരിലേക്ക് പോവാം. സോ ഗൈസ്, അപ്പോൾ എൻ്റെ റൂമാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ദിസ് ഇസ് മൈ റൂം ടൂർ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ റൂം ടൂറിൽ വലിയൊന്നുമില്ല, മാറ്റം ഞാൻ വരുത്തിയിട്ടില്ല. സോ എൻ്റെ റൂം ടൂർ എന്ന് പറയേണ്ടിരിക്കുകയും ചെറിയൊരു റൂം ടൂറാണ്. സോ വലിയൊന്നും ഞാൻ എടുക്കുന്നത് ചെറിയ. അപ്പോൾ പറയാനും വേണ്ടിയിട്ട് ഒന്നുമില്ല, സാധാരണ റൂമാണ് എൻ്റെ റൂം എന്ന് പറയുന്നത്. സോ ഇതാണ് എൻ്റെ റൂം. ഇത് ബെഡ്, അത് സ്റ്റഡി ടേബിൾ, ദിസ് മൈ ഷെൽഫ്. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. അപ്പോൾ ഫസ്റ്റ് ഞാൻ തുടങ്ങാം. ദിസ് ഈസ് മൈ ഷെൽഫ്, അതായത് മിറർ ഷെൽഫ്. ഇതെൻ്റെ ഫേവറേറ്റ് സ്പേസാണ്. ഈ ഒരു ഭാഗത്തു നിന്നാണ് ഞാൻ കൂടുതൽ ട്രാൻസിഷൻ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇനി മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ഒന്നും ഇത് തന്നെയാണ് കേട്ടോ, ഈ ഒരു സ്ഥലത്തു നിന്നാണ്. സോ ഇത് എൻ്റെ അമ്മമ്മയുടെ വസ്ത്രങ്ങളാണ്. ഇത് അധികം കാണേണ്ട കാരണം എന്ന് വെച്ചാൽ അത് വലിച്ചൂട്ടി വെച്ചിട്ടുള്ളത്. സോ ഇതാണ് എൻ്റെ കുറച്ച് പ്രൊഡക്റ്റ് ഇവിടെ വെച്ചിട്ടുള്ളത്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ പ്രൊഡക്റ്റൊന്നുമില്ല, ചീർപ്പും പിന്നെ എന്താ പറയണ്ടേ, ചീർപ്പും അതേപോലെ തന്നെ കുറച്ച് ആഭരണങ്ങളും ഒക്കെ അതിൻ്റെ അകത്താണുള്ളത്. പിന്നെ ഇതെൻ്റെ കുട്ടിയോടാണ്. ഈ ഒരു സാധനം എവിടെ ഉണ്ടായിരുന്നു, അത് അവിടെ കളഞ്ഞു പോയി. ഇതിപ്പോൾ എല്ലായിടത്തും ട്രെൻഡാണ് ഇത് വെച്ചിട്ട് ഇങ്ങനെ ആട്ടുന്നത്. ഓക്കെ, ഇങ്ങനെ പിടിച്ച് വലിക്കുന്നില്ലേ, അതന്നെ. ഇതാണ് എൻ്റെ വസ്ത്രം. ദിസ് ഈസ് മൈ ന്യൂ ഡ്രസ്സ്, അതായത് പുതിയ എവിടെയെങ്കിലും പോകുമ്പോൾ ഇവിടെ മാത്രം ഉപയോഗിക്കും ഇത് ഞാനിപ്പോൾ അധികം ഉപയോഗിക്കില്ല കേട്ടോ, ഞാൻ ഉപയോഗിക്കില്ല. ഇത് എൻ്റെ വീട്ടിൽ നടന്ന ഡ്രസ്സാണ് കേട്ടോ ഇവിടെ കാണുന്നത്. പിന്നെ ഇതെൻ്റെ സാരി കളക്ഷനാണ്. ഇതെൻ്റെ അമ്മ എനിക്ക് തന്നതാണ്. സ്കൂളിൽ ഞാൻ ഫസ്റ്റ് ടൈമിൽ ഓണത്തിനല്ല, സ്കൂളിൽ പോകുമ്പോൾ ഓണ പരിപാടിക്ക് ഇട്ടതാണ് കേട്ടോ. ദിസ് ഈസ് മൈ ഓൾ ഫേവറേറ്റ് സാരിയാണ്. ഇവിടെയൊന്നുമില്ല, താഴത്തൊരു സാധനം തുറക്കാൻ കിട്ടാത്തതുകൊണ്ട് ഇവിടെ വെച്ചിരിക്കുന്നു. ഈ ബുഷും ഇതും കളക്ഷനാണ്. പിന്നെ എൻ്റെ സ്റ്റഡി ടേബിളാണ്. ഇത് വലിയ കാണാനൊന്നുമില്ല, കുറച്ച് മേക്കപ്പിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറച്ച് പ്രൊഡക്റ്റാണ് ഗൈസ്. എൻ്റെ ലിപ്സ്റ്റിക്ക്, ഇതെൻ്റെ ഫേസ് വാഷാണ്. പിന്നെ എൻ്റെ ഒരു ഫോട്ടോ, എൻ്റെയും ചേച്ചിയുടെ ഒരു ഫോട്ടോ ഉണ്ട്. ദിസ് മൈ ബെസ്റ്റ് ഫ്രണ്ടാണ്. ചേച്ചി കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ, ഐ മീൻസ് ചേച്ചി എൻ്റെ ഉള്ള ഫ്രണ്ട്സ് ഉള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ അമ്മ അച്ഛനുള്ളൂ എന്നല്ല. ചേച്ചി എൻ്റെ ഉള്ള ചേച്ചി കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ഫ്രണ്ട്സ് ഉള്ളൂ കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് ഞങ്ങൾ തമ്മിൽ. അവളെ എനിക്ക് പിറന്നാണ്ട് തലേ ദിവസം തന്ന ഒരു ഗിഫ്റ്റാണ്. പിന്നെ എൻ്റെ കുഞ്ഞിക്കണ്ണനുണ്ട് ഇവിടെ ആൽബം. പിന്നെ എനിക്ക് ഡാൻസിന് കിട്ടിയ ഒരു ട്രോഫി ഉണ്ട്. പിന്നെ ഇത് ഞാൻ മുടി കെട്ടാൻ വേണ്ടി വെച്ചാൽ. പിന്നെ ഒരു ബാഗുണ്ട്, ഞാൻ സ്കൂളിൽ നിന്ന് പോകാത്തതുകൊണ്ട് വെച്ചാണ്. സ്കൂളിൽ പോകാത്തതിൻ്റെ കാരണം പറയാൻ കഴിയില്ല ഗൈസ്, ഒരു മടുപ്പ്. സോ ഇതാണ് നമ്മുടെ എന്തോ ഒരു സാധനം, നമ്മുടെ ബുക്ക്, സോറി എന്തൊരു സാധനം പോലും. ഓക്കെ, നമ്മുടെ ബുക്കാണിത്. എൻ്റെ ബുക്ക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതെൻ്റെ അനിയത്തിയുടെ, ഇതെൻ്റെ ബുക്കുമാണ്. ബാക്കി ബുക്ക് ബാഗിലാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇതൊരു കുറച്ച് കളക്ഷൻസ് സാധനങ്ങളുണ്ട്. ഇവിടുത്തെ ഈ ഒരു ബാതിൽ പൊട്ടിപ്പോയി, ഇതിൻ്റെ ഈ ഒരു സംഭവം പൊട്ടിപ്പോയി. എൻ്റെ അനിയത്തി എൻ്റെ മുകളിൽ കയറിയിരുന്നിട്ട്. പിന്നെ കോപ്പയിലൊരു കാപ്പിയും കുറച്ച് മിച്ചറുണ്ട്. ഞാൻ
ഇങ്ങനത്തെ ഓക്കെ. സംഭവം എന്ന് വെച്ചാൽ ഇത്രയും സമയം ഞാൻ തലവിറ്റിയിട്ട് കിടക്കലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇവിടെ വെച്ചാണ്. അപ്പോൾ എടുത്ത് കുടിക്കാമല്ലോ എന്ന് വെച്ചെടുക്കാം. ഞാൻ വെറുതെ തമാശ പറഞ്ഞു കേട്ടോ നേരത്തെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് കർട്ടനാണ്. ദിസ് ഈസ് എ കർട്ടൻ. ഓക്കെ, ഇതിന് മിററാണ്. മിറർ മൈ ഫേവറേറ്റ് സ്പേസിൻ്റെ മിറർ. ഇത് ഞാൻ മേക്കപ്പൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന മിററാണ്. ബൾബ് ഇപ്പോൾ അടിച്ചു പോകും, അങ്ങനത്തെ കളിയാണ് ബൾബ് കളിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. എനിക്ക് നൈറ്റാണ് ഇഷ്ടം കൂടുതൽ. എന്നുവെച്ചാൽ രാത്രി ഒരു ഇരുട്ടുള്ള സമയം ഇഷ്ടമാണ്. അതാകുമ്പോൾ റൂമിൽ നല്ല വെളിച്ചത്തിന് വരെ ഇരുട്ടായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അത്. പിന്നെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്. പിന്നെ എൻ്റെ ചേട്ടനാണ് ഗൈസ്, മൈ ബ്രദർ. അവൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോ ആണ്. പിന്നെ ഒരു ഹെഡ്ഫോൺ ഉണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ബെഡ് എന്ന് പറയാൻ വലിയ ബെഡൊന്നുമല്ല, സോ സ്മോൾ ബെഡ്. ഓക്കെ, ഇതെൻ്റെ കുഞ്ഞ് പാവാച്ചാണ്. ഇവനില്ലാണ്ട് ഞാൻ ഇത് ഇപ്പോൾ കിടക്കലില്ല കേട്ടോ. എനിക്ക് ഇവനില്ലാണ്ട് കിടക്കാനാവില്ല. എനിക്ക് എന്താണെന്നറിയില്ല, അങ്ങനെ കിടക്കും ഞാൻ ഇപ്പോൾ. പിന്നെ ഇതാ ഒരു ടാബ്ലറ്റ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അവിടെ വലിയൊന്നും കാണാനില്ല, സാധാരണ ടോയ്ലറ്റ് തന്നെയാണ്. സോ നമ്മുടെ അതുകൊണ്ട് ഈ ഒരു ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ ഉണ്ടാവും. പിന്നെ ടോയ്ലറ്റ് വാഷ് ബേസ് അങ്ങനത്തെ തന്നെ, വേറെ ഒന്നും ഇല്ല കേട്ടോ ഇവിടെ കാണാൻ. പിന്നെ എന്താ എൻ്റെ ഹീൽ ഷൂസ്, ഇതിട്ടാൽ ഇല്ലയൊന്നുമില്ല കേട്ടോ. ഓ മൈ ഗോഡ്, ഇതാണ്. പിന്നെ ഇതാ ഒരു കലണ്ടർ ഉണ്ട്, ഈ മാസത്തെ ഒരു കലണ്ടർ. പിന്നെ എൻ്റെ സ്റ്റഡി ടൈം ടേബിൾ ഉണ്ട്. സ്റ്റഡി ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന ടൈം ടേബിൾ നല്ല ഉദ്ദേശിച്ച ടൈം ടേബിളാണ്. എൻ്റെ സ്കൂൾ ടൈം ടേബിളാണ് കേട്ടോ. ഇവിടെ 90 ടൈം ടേബിൾ എന്നൊക്കെ വെച്ചിട്ട് കുറച്ച് ക്യൂട്ട്നെസ് വരെ. പിന്നെ എൻ്റെയും ചേച്ചിയുടെ കുറച്ച് ക്രാഫ്റ്റ് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. ഞാൻ ഒരു വീഡിയോ കണ്ട് ചെയ്തതാണ്. പിന്നെ എൻ്റെ അനിയത്തിക്കുട്ടിക്ക് എന്താ പറയണ്ടേ, കലാകായിക വിദ്യാഭ്യാസ ആർട്ട് എഡ്യൂക്കേഷൻ ഇങ്ങനത്താന്ന് തോന്നുന്നു. എന്തോ ഒരു നൂല് വെച്ചിട്ട് പെയിൻറ്റിങ് ആണ് ചെയ്ത്, അങ്ങനെ എന്തോ ഒരു ആർട്ട് എഡ്യൂക്കേഷനെ പറ്റിയിട്ടാണ് ഉള്ളൊരു വർക്ക് ഇങ്ങനെ കിട്ടിയത് അവൾക്ക്, സെക്കൻഡ് പ്രൈസ്. പിന്നെ ഇതാ എൻ്റെ ഫേവറേറ്റ് ബൈക്ക്. പിന്നെ കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്. സോ ഇതാണ് ഞാൻ, എന്നെ കണ്ടിട്ടില്ലേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത ബെൽ ബട്ടൺ ഞെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ പറഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.